നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇൻട്രാഡേ ആയിട്ട് ബൈ ചെയ്ത ഷെയർ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഡെലിവറി പൊസിഷനിലേക്കാക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഞാൻ സെറോദ കൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പൊസിഷൻ്റെ അത് കാണാൻ സാധിക്കും. ഞാൻ രാവിലെ 10 ക്വാണ്ടിറ്റി HDFC ബാങ്കിൻ്റെ 970 ഞാൻ ഇൻട്രാഡേ ആയിട്ട് ബൈ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നഷ്ടമാണ് കാണുന്നത് 213 രൂപ. അപ്പം ഞാൻ ഇതിനെ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതൊന്ന് മുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൺവേർട്ട് പൊസിഷൻ. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ MIS to CNC. ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഡെലിവറിയിലേക്ക് ചേഞ്ച് ചെയ്യണോ അത്രയും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇൻട്രാഡേ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാം. അപ്പോൾ നമുക്ക് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 10 ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10 ക്വാണ്ടിറ്റിയുടെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം കൺവേർട്ട് പൊസിഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും CNC ആയിട്ട് മാറിയിരിക്കുന്നു, ഹോൾഡിങ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പം നമുക്ക് ഹോൾഡിങ്സിലേക്ക് മാറ്റണമെങ്കിൽ തീർച്ചയായും ആ 10 ക്വാണ്ടിറ്റിയുടെയും പൈസ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ, ഡിമാറ്റ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിലോ അതിൻ്റെ അകത്ത് എണ്ണത്തിൽ വേരിയേഷൻ വരുത്തണമെങ്കിലോ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഇത് വീണ്ടും MISലേക്ക് മാറിയിരിക്കുന്നു. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അനായാസമായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.